നാലാം വർഷം ആഘോഷിക്കുമ്പോൾ ഭരണ തുടർച്ച എന്നുള്ള ഒരു പിണറായി തേർഡ് ലോഡിംഗ് എന്നുള്ള ക്യാമ്പയിനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. CM അതിനെങ്ങനെയാണ് കാണുന്നത് ഭരണ തുടർച്ചയുടെ സാഹചര്യത്തിൽ? ഇപ്പൊ നമുക്ക് തെരഞ്ഞെടുപ്പൊന്നും നമ്മുടെ മുന്നിലില്ലല്ലോ. ഇപ്പൊ ഈ വർഷം നമുക്ക് നല്ല നിലക്ക് വർക്ക് ചെയ്തു പോകാം. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇനിയും ചില കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. കഴിഞ്ഞ LDF മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിൽ ചില കാര്യങ്ങൾ ഇനിയും പൂർത്തിയാക്കാനുണ്ടാകും. ഈ 4ാം വർഷത്തിൽ അതിനാണ് ഞങ്ങൾ മുൻഗണന കൊടുക്കുന്നത്. അത് ഏതൊക്കെയാണ് ഇനി ബാക്കിയുള്ളത്? ആ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർണ്ണതയിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആലോചിക്കാം. ഇപ്പോഴേ ആലോചിച്ച് നോക്കണ്ട. ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. പക്ഷെ മറ്റ് 2 പോലീസ് ഉദ്യോഗസ്ഥരും നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല പരാതിയുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ട് താങ്കളുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി പരിഗണിച്ചില്ല എന്നൊരു പരാതി അവർ പറയുന്നുണ്ട്. അതില് ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ആ പോലീസ് സ്റ്റേഷനിൽ അവരെ പാർപ്പിച്ചു എന്നുള്ളത്, അവരോട് മോശമായി പെരുമാറി എന്നുള്ളത്. അത് സാധാരണ നിലക്ക് പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതിനകത്താണ് നടപടി ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് സംഭവിക്കുന്നത് തന്നെ ഇവര് അതുമായി ബന്ധപ്പെട്ട് ഓഫീസിൽ വന്ന് പരാതി പറഞ്ഞിരുന്നു. ആ പരാതി പറഞ്ഞപ്പോൾ തന്നെ ആ പ്രശ്നത്തിൽ ഇടപെടാമെന്നും എന്താണ് ഉണ്ടായതെന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിരുന്നു. പരിശോധനക്കുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് സമയം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അവർ വന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കഴിയുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പരിശോധനകൾ കഴിഞ്ഞു, അതിൻ്റെ മേലെയുള്ള നടപടിയും വന്നു. എന്നാൽ അവർക്കുണ്ടായിരുന്ന മറ്റൊരാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ആ കേസിൽ ഇടപെടണമെന്നായിരുന്നു. കേസിൽ അങ്ങനെ ഓഫീസിൽ ഇടപെടാൻ പറ്റില്ല. കേസ് സാധാരണഗതിയിൽ പോലീസ് അന്വേഷിക്കുകയും അതിൻ്റെ നടപടികൾ തുടരുകയാണല്ലോ വേണ്ടത്. അതാണ് അവരോട് പറഞ്ഞതും അവരെ ബോധ്യപ്പെടുത്തിയത്. അതേസമയം അവരോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നിലപാട് സ്വീകരിച്ച പോലീസ് നടപടിയെ ഗൗരവമായി കണ്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പോലീസിന് നൽകി പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ തെറ്റാണ് സംഭവിച്ചതെന്ന് കണ്ടുകൊണ്ട് നടപടിയും വന്നു. അതാണ് സംഭവിച്ചത്. മാധ്യമങ്ങൾക്ക് പരസ്യമല്ലാതെ സർക്കാർ പണം നൽകുന്നുണ്ട്. ഇന്ന് അദ്ദേഹം അത് പാലക്കാട് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? അല്ല, ഞാനെന്താ കാണുന്നത്? നിങ്ങളല്ലേ കാണുന്നത്. നിങ്ങൾക്കെതിരെയല്ലേ വലിയ ആരോപണം വന്നിട്ടുള്ളത്. നിങ്ങളാണല്ലോ അതിനെപ്പറ്റി കാണേണ്ടത്. നിങ്ങളതിനെ പ്രതികരിച്ചതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാം തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അത്രയേ ഉള്ളൂ. ഇത് സ്വയം ആള് പരിഹാസ്യനാകാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് മറ്റൊരാൾക്കും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. സ്വയം തന്നെ ഇങ്ങനെ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്ന നില വരുമ്പോൾ എല്ലാവരും അതൊരു പരിഹാസത്തോടെ കാണുന്ന നിലയാണ് ഉണ്ടാവുക. ആശാ വർക്കർമാരുടെ സമരം ഇപ്പൊ 100ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങ് ഇവിടെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ തന്നെ അവർ തിരുവനന്തപുരത്ത് 100 പന്ത കൊടുത്ത് അവർ അവിടെ പ്രതിഷേധം നടത്തുകയും ചെയ്യും. ആ സമരം തീർപ്പാക്കാൻ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ? ഇപ്പൊ തൽക്കാലം ഒരു ഇടപെടൽ ഉണ്ടാവില്ല. ഒരസഹിഷ്ണുതയില്ല. സമരത്തിന്റെ വഴിക്ക് നടക്കട്ടെ. നമ്മൾക്കായിട്ട് ഇപ്പൊ ഒത്തുതീർപ്പിന് ഒന്നും ശ്രമിക്കാൻ കഴിയില്ല. ശ്രമിച്ചതിന് ഫലമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേറെ ശ്രമമൊന്നും ഉണ്ടാവില്ല.